അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്. എല്ലാവരും സ്ഥിരമായി ഓതുന്ന മിക്കവരും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്. ഈ സൂറത്തുൽ ഫത്തിൻ്റെ നേട്ടം എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ആരും ഓതാതെ പോവില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠതയുള്ളൊരു സൂറത്താണ്. ഈ ഒരു സൂറത്തിന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. അത്രയ്ക്ക് എന്താ പറയുക, ആ ഒരു സൂറത്തിൻ്റെ അർത്ഥം തന്നെ, ആ ഒരു സൂറത്തുൽ ഫത്ത് എന്ന് പറയുന്നത് തന്നെ വിജയം എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ നിന്നാൽ എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം. ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയം എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നോ അതൊക്കെ നടക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, ഉറപ്പായിട്ടും നടക്കും. ഞാൻ പറഞ്ഞ പോലെ മിക്കവരും ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഓതുന്നവരായിരിക്കും. അപ്പോൾ ഓതാത്തവരാണെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. ഇതിൻ്റെ നേട്ടങ്ങൾ അറിയാത്തവരായിരിക്കും ഓതാത്തവർ. അതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ ഓതി തുടങ്ങും. ദിവസവും ഓതുന്നവരാണെങ്കിൽ അത് നിർത്താതെ മുടങ്ങാതെ ഓതിക്കൊണ്ടിരിക്കുക, എന്തായാലും വിജയത്തിലെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. 100% ഉറപ്പുള്ളൊരു സൂറത്താണ്. സൂറത്ത് ഓതുന്നവന് ഒരിക്കലും പരാജയപ്പെടില്ല. ഈ സൂറത്തെ ഓതിയാൽ നേട്ടം ഒരുപാടുണ്ട്. ആ നേട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു സൂറത്ത് 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസം, അല്ലെങ്കിൽ 3 ദിവസം, 5 ദിവസം, 7 ദിവസം, 9 ദിവസം, അങ്ങനെ പല കണക്കുകളുണ്ട്. അപ്പോൾ പല മഹാന്മാരും അങ്ങനെ പല കണക്കിലൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ 21 ദിവസം, അധിക ആൾക്കാർ 21 ദിവസമാണ് അങ്ങനെ നിയത്താക്കിയിട്ട് ഓതൽ, അല്ലെങ്കിൽ 41 ദിവസം, ഇങ്ങനെയൊക്കെയാണ് ഓതാറുള്ളത്. അപ്പോൾ ഇതൊന്നാമതായിട്ട് പറയുന്ന ഇതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവും ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ. പിന്നെ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തി ഉണ്ടാവും, അവിടുത്തെ പൊരുത്തവും ഇഷ്ടവും നമ്മളോടുണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടോ. എന്ന് വെച്ചാൽ കിബിലക്ക് മുന്നിട്ടിരിക്കുക, നല്ല രൂപത്തിൽ വുളൂ എടുത്ത് ഓതുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന പുണ്യം ലഭിക്കും നമുക്ക് ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ. അതുപോലെ ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ, നല്ല വീട്, നല്ല മക്കൾ, നല്ല വരുമാനം, നല്ല ആവശ്യം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഹൈറായ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഈ പറയപ്പെട്ട ദിവസങ്ങൾ നിയത്താക്കിയിട്ട് നമുക്ക് ഓതാൻ പറ്റുന്ന ദിവസങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് ഏത് സമയത്താണോ ഓതാൻ പറ്റുക ആ ഒരു സമയത്ത് ഓതിയാൽ മതി. അപ്പോൾ അങ്ങനെ ഓതി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം എന്തായാലും നിങ്ങൾ ഈ 3 ദിവസം നിയത്താക്കിയെന്ന് വെച്ചാൽ ആ 3 ദിവസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ നിങ്ങളത് കൂട്ടുക, 5 ദിവസമാക്കുക. അത് നടന്നില്ലെങ്കിൽ 7 ദിവസമാക്കുക. അങ്ങനെ 41 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാര്യം നടന്നിരിക്കും. നിയത്താക്കിയതിന് ശേഷം ഓതി തുടങ്ങുക, നിങ്ങളെ കാര്യം എന്തായാലും പൂർത്തീകരിച്ചും പഠിച്ച റബ്ബല്ലേ വലിയവൻ. പിന്നെ എന്താ വെച്ചാൽ പൈശാചികമായ ശല്യം, സീറ്, കണ്ണീർ, പിശാചിൻ്റെ ശല്യം, കള്ളക്കേസ്, മനുഷ്യരുടെ ശല്യം, അപ്പോൾ ഇതൊന്നും നമ്മൾ ഇത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുകയില്ല. ഉണ്ടാവാം, പക്ഷെ നമുക്കിതൊന്നും കേൾക്കുകയില്ല. അതുപോലെ ഈ സൂറത്തിൽ അവസാനത്തെ ആയത്ത് 29ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഇത് ഓതിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുന്ന ഒരു ആയത്താണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, മഹാന്മാരെ മൊത്തം പുകഴ്ത്തി പറയുന്ന ഒരു സൂറത്താണ് ഈ ഒരു ആയത്താണിത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാനും മുത്തുനബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും ഈ ഒരു ആയത്ത് നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആയത്ത് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ലാണ്ട് നമുക്ക് ഈ ഒരു ആയത്ത് മാത്രമായിട്ട് പതിവാക്കി കൊണ്ടുവന്നാൽ ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്രയും പുണ്യമുള്ള ഒരായത്താണ് ഈ ഒരു ആയത്ത്. പിന്നെ കടങ്ങൾ മാറാൻ, രോഗങ്ങൾ മാറാൻ, പിന്നെ ശമ്പളം നമുക്ക് കിട്ടുന്നില്ല, ശമ്പളം കിട്ടാൻ, അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ നമ്മളെ സ്വഭാവം നന്നാകാൻ, അപ്പം നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് 21 ദിവസം ഈ ഒരു സൂറത്ത് ഓതിയാൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ ഇഷ്ടമുള്ള ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത്. അപ്പോൾ ഇത് നമ്മൾ ഓതുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിപ്പിക്കാനുള്ള ഒരു സൂറത്താണ്. പിന്നെ ദുർബലനായ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവന് ശക്തി ഉണ്ടാവും. അതുപോലെ രോഗിയായ ഒരാൾ ഓതിയാൽ അവൻ ആരോഗ്യവനാവും. കടക്കാരനാണ് ഓതിയതെങ്കിൽ കടയില്ലാതാവും. പിന്നെ ദാരിദ്ര്യനെ ഓതിയതെങ്കിൽ അവൻ സമ്പന്നനാവും. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇതിന് പല നേട്ടങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ഹയറായ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഓതി തുടങ്ങുക.
എന്തായാലും അതുപോലെ ഈ ഒരു സൂറത്ത് ഓതിയതിന് ശേഷം യാ ഫത്താഹ് യാ അല്ലാ എന്ന് ഓതി ദുആ ചെയ്യുക. എന്ത് തന്നെ ആയാലും പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നിരിക്കും. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം, എന്തായാലും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്നും മുടങ്ങാതെ ഓതുന്ന ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത്. അപ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാ എന്തായാലും ഓതി തുടങ്ങണം. പടച്ച റബ്ബ് അതിന് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു സൂറത്ത് മുടങ്ങാതെ ഓതുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.